ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് തന്ത്രി കണ്ഠരര് രാജീവര് ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് കേരള രാഷ്ട്രീയത്തിൽ വാക്പോരും നിയമ പോരാട്ടവും കടുക്കുന്നു. തന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തിയപ്പോൾ സർക്കാരിനെതിരെ പ്രതിരോധവുമായി കോൺഗ്രസ് നിലയുറപ്പിച്ചു. അതേസമയം കീഴ്ക്കോടതി വിധിയിലെ പരാമർശങ്ങൾ നീക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങി അന്വേഷണ സംഘം. തന്ത്രി കണ്ഠരര് രാജീവര് പെരുങ്കള്ളന്മാരുടെ പട്ടികയിലാണെന്നും സ്വർണ്ണക്കൊള്ളയിൽ കോൺഗ്രസ് നേതാക്കൾക്ക് നേരിട്ട് പങ്കുണ്ടെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. കേസിലെ മറ്റൊരു പ്രതിയായ പോറ്റിയെ നിയമിച്ചത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണെന്ന് തെളിഞ്ഞതോടെ കോൺഗ്രസ് മൗനത്തിലാണെന്ന് അദ്ദേഹം പരിഹസിച്ചു. പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നതെന്നും അന്വേഷണം പൂർത്തിയാകുന്നതോടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. CPIM-നും സർക്കാരിനും എതിരായി വരുമ്പോൾ മാത്രമാണ് എല്ലാം വാർത്തയാകുന്നത്. BJP-ക്കും കോൺഗ്രസിനുമെതിരെ വന്നാൽ വാർത്തയില്ല. കോൺഗ്രസുകാർക്കും സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട്. പോറ്റിയെ കയറ്റിയത് വേണുഗോപാലാണപ്പ എന്ന് കണ്ടെത്തിയതോടെ കോൺഗ്രസിന് മിണ്ടാട്ടമില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പൊളിറ്റിക്കൽ ഡെസ്ക്, ഇന്നറിയാൻ ന്യൂസ് കേരള.